നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് ധനമന്ത്രി. ബാങ്കിംഗ് ഓഹരികളിൽ ജാഗ്രത പുലർത്തി നിക്ഷേപകർ. സ്വകാര്യ മേഖലയുടെ വളർച്ച 10 മാസത്തെ താഴ്ന്ന നിലയിൽ. തിരിച്ചടിക്ക് കാരണം പുതിയ ഓർഡറുകൾ ലഭിക്കാത്തതെന്ന് PMI ഡാറ്റ. നവംബറിൽ കുതിച്ചുയർന്ന ഇന്ത്യയുടെ കയറ്റുമതി. ഇത് വ്യാപാര ചർച്ചകളിൽ ഇന്ത്യക്ക് പുതിയ മേൽക്കൈ നൽകുമെന്ന് വിലയിരുത്തൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91ലേക്ക് താഴ്ന്നു. രൂപയ്ക്ക് മേൽ കനത്ത സമ്മർദ്ദം. ആശങ്കയിൽ ആഭ്യന്തര നിക്ഷേപകർ. വിദേശ വിപണികളിലെ ഇന്ത്യൻ നിക്ഷേപം വർദ്ധിക്കുന്നു. US ഓഹരികൾ, ETF-കൾ, ആഗോള ഫണ്ടുകൾ എന്നിവയിലേക്ക് ഇന്ത്യക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുന്നതായി റിപ്പോർട്ട്. വിശദമായ വാർത്തകൾ നോക്കാം. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 533 പോയിന്റ് ഇടിഞ്ഞ് 84,679 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 167 പോയിന്റ് ഇടിഞ്ഞ് 25,860 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ് ചേരുന്നത്. വിഷ്ണു, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നഷ്ടത്തിലേക്ക് നയിച്ചത്? ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോൾ ഒരു എക്സ്പയറി ഡേയിൻ്റെ ആ ഒരു എല്ലാ ക്യാരക്ടർ കാണിച്ചുകൊണ്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയായിരുന്നു നമ്മൾ കണ്ടത്. ഇന്ന് വിപണി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50യെ സംബന്ധിച്ചിപ്പോൾ 167 പോയിന്റിൻ്റെ ഇടിവിൽ 25,860 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് 0.64% ഇടിവാണ് നിഫ്റ്റി 50 രേഖപ്പെടുത്തിയത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നത്തെ ക്ലോസിംഗ് ലെവൽ 59,034 എന്നൊരു ലെവലാണ്. 427 പോയിന്റിൻ്റെ ഇടിവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 0.72% ഇടിവ്. ഇങ്ങനെ ഈ ഒരു പ്രധാനപ്പെട്ട രണ്ട് ഇൻഡെക്സും ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടൊരു ക്ലോസിംഗ് ആണ് ഇന്ന് മാർക്കറ്റിൽ എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇന്നത്തെ ഒരു പ്രകടനം നമ്മൾ ഓവറോൾ ഒരു ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സ് അല്ലെങ്കിൽ സെക്ടർ വൈസ് ഇൻഡെക്സുകളുടെ ഒക്കെ പ്രകടനം നോക്കുമ്പോഴും നിരാശപ്പെടുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു നമുക്ക് വിപണിയിൽ കാണാൻ സാധിച്ചത്. ബ്രോഡർ മാർക്കറ്റിലോട്ട് വരുമ്പോൾ എല്ലാ ഇൻഡെക്സുകളും ഇന്ന് ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതായത് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് തുടങ്ങി അല്ലെങ്കിൽ നിഫ്റ്റി, നെക്സ്റ്റ് 50, നിഫ്റ്റി 100 അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സുകളും കൃത്യമായൊരു നെഗറ്റീവ് സെന്റിമെന്റ്സിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പിലോട്ട് വരുമ്പോൾ മിഡ് ക്യാപ്പ് 100 0.83% ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്മോൾ ക്യാപ്പ് 100 നോക്കുമ്പോൾ 0.92% ഒരു ഇടിവ്. അതായത് കൃത്യമായ ഒരു വലിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഇടിവൊന്നും നമുക്ക് പല ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലും കാണാൻ സാധിക്കുന്നില്ല. 0.5% അതിന് മുകളിലേക്കൊക്കെ നിൽക്കുന്ന ഒരു ഇടിവ് തന്നെയാണ് ഒട്ടുമിക്ക ബ്രോഡർ മാർക്കറ്റ് ഇൻഡെക്സിലും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോൾ ഇന്ന് റിയൽറ്റി, പ്രൈവറ്റ് ബാങ്ക് ഈ രണ്ട് ഇൻഡെക്സിലും ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയ ഒരു ക്ലോസിംഗ് ആണ് എടുത്തിരിക്കുന്നത്. 1.29% ഇടിവാണ് റിയൽറ്റിയിൽ കണ്ടത്. പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ 1.23% ഇടിവ് എന്നൊരു രീതിയിലുമാണ് ഇന്ന് വിപണിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും വിഷ്ണുവാണ്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് ധനമന്ത്രി. ബാങ്കിംഗ് ഓഹരികളിൽ ജാഗ്രത പുലർത്തി നിക്ഷേപകർ. സബ്കാ ബീമ സബ്കി രക്ഷ എന്ന പേരിലാണ് ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 2047 എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ നൽകുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യമെന്ന് നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. നിലവിലെ 74% നിന്നാണ് 100%ലേക്ക് നിക്ഷേപ പരിധി ഉയർത്തുന്നത്. 1938 ഇൻഷുറൻസ് നിയമം, 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ നിയമം, 99 ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിയമം എന്നിവയിലാണ് മാറ്റം. ഇൻഷുറൻസ് മേഖലയുടെ വളർച്ചയും വികസനവും വേഗത്തിലാക്കുക, പോളിസി ഉടമകൾക്ക് മികച്ച സംരക്ഷണം ഉറപ്പാക്കുക, ബിസിനസ് ലളിതവൽക്കരിക്കുക, നിയന്ത്രണങ്ങളിൽ സുതാര്യത കൊണ്ടുവരിക, റെഗുലേറ്ററി മേൽനോട്ടം വർദ്ധിപ്പിക്കുക എന്നിവയും ബില്ലിന്റെ ലക്ഷ്യമാണെന്ന് മന്ത്രി അറിയിച്ചു. അതേസമയം ബിൽ നിക്ഷേപക ശ്രദ്ധ സ്വകാര്യ ബാങ്കുകളുടെ ഓഹരികളിലേക്ക് എത്തിച്ചു. ഇൻഷുറൻസ് കമ്മീഷനുകൾക്ക് പരിധി ഏർപ്പെടുത്താനുള്ള ബില്ലിലെ നിർദ്ദേശമാണ് ഇതിന് കാരണം. ബാങ്ക് ഇൻഷുറൻസ് വഴി വരുമാനത്തിൽ നിന്ന് ഗണ്യമായ ലാഭം നേടുന്ന ബാങ്കുകൾക്ക് ഈ നീക്കം വെല്ലുവിളിയാകും. ലൈഫ്, ജനറൽ ഇൻഷുറൻസ് വിതരണത്തിൽ ശക്തമായ ബന്ധങ്ങളുള്ള ബാങ്കുകൾക്കാണ് കൂടുതൽ ബാധ്യത. പുതിയ ബിൽ ഏജന്റ് കമ്മീഷന് പരിധി ഏർപ്പെടുത്താൻ അധികാരം നൽകുന്നു. മാത്രമല്ല, ഇടനിലക്കാർക്ക് നൽകാവുന്ന കമ്മീഷൻ, പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ് എന്നിവയ്ക്കും പരിധി നിശ്ചയിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇൻഷുറൻസ് കമ്മീഷൻ വഴി ഏറ്റവും കൂടുതൽ വരുമാനം നേടിയത് HDFC ബാങ്കാണ്.
6308 കോടി. ICICI ബാങ്ക് 4474 കോടി നേടിയപ്പോൾ ആക്സിസ് ബാങ്ക് നേടിയത് 3174 കോടിയാണ്. അതിനാൽ കമ്മീഷൻ ഘടനയിലെ മാറ്റങ്ങളോട് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നതും ഈ ബാങ്കുകളായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ചെറുകിട ബാങ്കുകൾക്കും സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്കും ഇൻഷുറൻസ് വരുമാനത്തിലുള്ള ആശ്രിതത്വം കൂടുതലാണ്. ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, RBL ബാങ്ക്, DCB എന്നിവയുടെ വരുമാനത്തെ ഈ നീക്കം കാര്യമായി ബാധിക്കും. താരതമ്യേന സുരക്ഷിതമായത് പൊതുമേഖലാ ബാങ്കുകളാണെന്നും വിദഗ്ധർ പറയുന്നു. കൂടാതെ പ്രധാന ബാങ്കുകൾക്ക് വൈവിധ്യമാർന്ന വരുമാന സ്രോതസ്സുകൾ ഉള്ളത് കാരണം ഈ ആഘാതം കൈകാര്യം ചെയ്യാൻ സാധിച്ചേക്കും. അതേസമയം ചെറുകിട ബാങ്കുകൾ ഉയർന്ന ലോൺ വളർച്ചയോ മറ്റു ഫീസുകളിലെ നേട്ടമോ വഴി ഈ നഷ്ടം നികത്താൻ ശ്രമിക്കേണ്ടി വരുമെന്നും വിദഗ്ധർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്വകാര്യ മേഖലയുടെ വളർച്ച 10 മാസത്തെ താഴ്ന്ന നിലയിൽ. തിരിച്ചടിക്ക് കാരണം പുതിയ ഓർഡറുകൾ ലഭിക്കാത്തതെന്ന് PMI ഡാറ്റ. HSBC ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് ഡേറ്റയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. നവംബറിലെ 59.7 നിലവാരത്തിൽ നിന്നാണ് PMI ഡേറ്റ 58.9 ഇടിഞ്ഞത്. ഓർഡറുകൾ ലഭിക്കാത്തത് ഉൽപാദന മേഖലയിൽ മാത്രമല്ല, സേവന മേഖലയിലെ ഉണർവും നഷ്ടപ്പെടുത്തി. കൂടാതെ ആഭ്യന്തര തലത്തിലെ ഡിമാൻഡ് തണുക്കുന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. 2026 കടക്കുമ്പോൾ ഇന്ത്യ വെല്ലുവിളിയേറിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന ശക്തമായ സൂചനയാണ് ഡേറ്റ നൽകുന്നതെന്നും S&P ഗ്ലോബലിലെ ആൻഡ്രൂ ഹാർക്കർ വ്യക്തമാക്കി. US, UK, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് വർദ്ധിച്ചതിനാൽ കയറ്റുമതി ഓർഡറുകൾ 3 മാസത്തെ ഉയർന്ന നിലയിലേക്ക് തീരുന്നു. എന്നിട്ടും മൊത്തത്തിലുള്ള വളർച്ചയെ പിടിച്ചു നിർത്താൻ ഈ കുതിപ്പിനായില്ല. മാന്ദ്യം ഏറ്റവും രൂക്ഷമായി ബാധിച്ചത് ഉൽപ്പന്ന നിർമ്മാണ മേഖലയെയാണ്. മാനുഫാക്ചറിംഗ് PMI 56.6 നിന്ന് 55.7 താഴ്ന്നു. ഈ മേഖലയിലെ വളർച്ച 2 വർഷത്തെ താഴ്ചയിലാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. സേവന മേഖലാ സൂചികയും 59.8 നിന്ന് 59.1 കുറഞ്ഞു. അതേസമയം വർഷാവസാനം പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ കുറഞ്ഞത് കമ്പനികൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ടെന്നും ഡേറ്റ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ട്രംപിന്റെ കനത്ത താരിഫ് ഭീഷണിക്കിടെ നവംബറിൽ കുതിച്ചുയർന്ന ഇന്ത്യയുടെ കയറ്റുമതി. ഇത് വ്യാപാര ചർച്ചകളിൽ ഇന്ത്യക്ക് പുതിയ മേൽക്കൈ നൽകുമെന്ന് വിലയിരുത്തൽ. അപ്രതീക്ഷിത മുന്നേറ്റമാണ് കയറ്റുമതി രംഗത്ത് ഇന്ത്യ നേടിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നവംബറിൽ US-ലേക്കുള്ള കയറ്റുമതി 22% വർദ്ധിച്ചു. ഇന്ത്യയുടെ മൊത്തം ചരക്ക് കയറ്റുമതി വളർച്ചയായ 19% മറികടന്നാണ് ഈ മുന്നേറ്റം. മൊത്തം ചരക്കു കയറ്റുമതി $38.13 ബില്യൺ ഉയർന്നു. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതിയാണിത്. കയറ്റുമതിയിലെ വീണ്ടെടുപ്പും ജൂലൈ-സെപ്റ്റംബർ പാദത്തിലെ 8.2% GDP വളർച്ചയും കാരണം താരിഫ് ഇളവുകൾ വേഗത്തിൽ ലഭ്യമാക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ടു പോയേക്കും. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ അജയ് ശ്രീവാസ്തവ പറയുന്നത്, ഇളവുകളില്ലാതെ താരിഫിനെ അതിജീവിക്കുന്നതിന്റെ സൂചന ഇന്തോ-US വ്യാപാര ചർച്ചയിൽ ഇന്ത്യക്ക് മേൽക്കൈ നൽകുമെന്നാണ്. കയറ്റുമതി വൈവിധ്യവൽക്കരണവും ശക്തമായ ആഭ്യന്തര ഡിമാൻഡുമാണ് ഈ തിരിച്ചുവരവിന് കാരണമെന്നും സാമ്പത്തിക വിദഗ്ധരും പറയുന്നു. ഇലക്ട്രോണിക്സ് പോലുള്ള താരിഫ് രഹിത മേഖലകളാണ് US-ലേക്കുള്ള കയറ്റുമതിക്ക് നേതൃത്വം നൽകിയത്. ഏപ്രിൽ മുതൽ നവംബർ വരെ ഇലക്ട്രോണിക്സ് കയറ്റുമതി 38% വർദ്ധിച്ചു. ചൈന, വിയറ്റ്നാം, റഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിച്ചതിനാൽ മറൈൻ ഉൽപ്പന്നങ്ങളുടെ മൊത്തത്തിലുള്ള കയറ്റുമതി ഏപ്രിൽ-നവംബർ കാലയളവിൽ 20% ഉയർന്ന് $5.7 ബില്യൺ. മെച്ചപ്പെട്ട ഡാറ്റയുടെ പിൻബലത്തിൽ US വ്യാപാര ആവശ്യങ്ങളോട് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഉറച്ച നിലപാടാണ് സ്വീകരിക്കുന്നത്. കാർഷിക ഇറക്കുമതി പോലുള്ള വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ജനിതക മാറ്റം വരുത്തിയ വിളകൾ അനുവദിക്കില്ലെന്ന നിലപാടിലും ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ 8 മാസങ്ങളിൽ ചരക്കുകളും സേവനങ്ങളും ഉൾപ്പെടെ മൊത്ത കയറ്റുമതി 5%-ലധികം വളർച്ച രേഖപ്പെടുത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ കരുത്തു തെളിയിക്കുന്നതാണ് ഈ കണക്കെന്ന് വാണിജ്യ സെക്രട്ടറി രാകേഷ് അഗർവാളും സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91 താഴ്ന്നു. രൂപയ്ക്ക് മേൽ കനത്ത സമ്മർദ്ദം, ആശങ്കയിൽ ആഭ്യന്തര നിക്ഷേപകർ. രൂപയുടെ റിസ്ക് പേടിച്ച് വിദേശ നിക്ഷേപകരും ലിക്വിഡിറ്റി പ്രശ്നം കാരണം പ്രാദേശിക നിക്ഷേപകരും ജാഗ്രത പാലിക്കുന്നെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കറൻസി, ബോണ്ട് വിപണിയിൽ തുടങ്ങിയ പ്രതിസന്ധിയാണ് ഓഹരി വിപണിയിലേക്കും വ്യാപിച്ചത്. അതേസമയം രൂപയുടെ മൂല്യത്തകർച്ചയ്ക്കുള്ള നിലവിലെ കാരണം കറണ്ട് അക്കൗണ്ട് കമ്മി വീണ്ടും വർദ്ധിച്ചതാണെന്ന് MK ഗ്ലോബലിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. താരിഫ് ഏർപ്പെടുത്തുന്നതിന് മുൻപ് കയറ്റുമതി വർദ്ധിച്ചിരുന്നു. അതിനാൽ ഇപ്പോൾ കയറ്റുമതി ദുർബലമായി. മറുവശത്ത് ഉത്സവ സീസണിലെ ഉപഭോഗം ഇറക്കുമതി ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും അത് രൂപയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. സ്വർണ്ണ ഇറക്കുമതിയിലെ വർധനവ് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി. ഇതോടെയാണ് രൂപയിൽ സമ്മർദ്ദം ശക്തമായതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഈ സാഹചര്യം മറികടക്കാനുള്ള ഏകമാർഗം ഇന്ത്യ-US വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതാണെന്ന് സിസ്റ്റമാറ്റിക്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസും ചൂണ്ടിക്കാട്ടി. ചുരുക്കത്തിൽ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന സമീപനം തുടരുമ്പോഴും രൂപയുടെ മൂല്യം വിപണിയുടെ ശ്രദ്ധാകേന്ദ്രമായി തുടരുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം നവംബറിൽ US-ലേക്കുള്ള കയറ്റുമതി 21% വളർന്നതും ശക്തമായ സാമ്പത്തിക വളർച്ചയും കച്ചവടക്കമ്മി കുറച്ചതും ആശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ വിപണികളിലെ ഇന്ത്യൻ നിക്ഷേപം വർദ്ധിക്കുന്നു. US ഓഹരികൾ, ETF-കൾ, ആഗോള ഫണ്ടുകൾ എന്നിവയിലേക്ക് അടുത്തിടെ ഇന്ത്യക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ നിക്ഷേപകർ സിംഗിൾ സ്റ്റോക്ക് നിക്ഷേപങ്ങൾക്ക് പുറമെ ഇൻഡെക്സ്, ETF-കൾ, ആഗോള ഫണ്ടുകൾ എന്നിവയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്തുന്നതായി റിപ്പോർട്ട്. വെസ്റ്റഡ് ഫിനാൻസിന്റെ ഹൗ ഇന്ത്യ ഇൻവെസ്റ്റ് ഗ്ലോബലി 2025 എന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഗവേഷണം, ഡിജിറ്റൽ ഉപകരണങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയിലാണ് ഇന്ത്യൻ നിക്ഷേപകർക്ക് കൂടുതൽ നിക്ഷേപ താൽപര്യം. കഴിഞ്ഞ 5 വർഷത്തിനിടെ വിദേശ നിക്ഷേപങ്ങൾ 4 ഇരട്ടിയായി വർദ്ധിച്ച് $1.6 ബില്യൺ. രൂപയുടെ മൂല്യത്തകർച്ച ആഗോള നിക്ഷേപത്തെ കൂടുതൽ പ്രസക്തമാക്കുന്നു. 2019 സാമ്പത്തിക വർഷത്തിലെ $422 മില്യൺ നിന്ന് 2025 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം $1.7 ബില്യൺ വിദേശ ഓഹരികളിലുള്ള നിക്ഷേപം വർദ്ധിച്ചതായി റിപ്പോർട്ട് പറയുന്നു. ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വിദേശ ഓഹരികളിലുള്ള നിക്ഷേപം $1.01 ബില്യൺ ആയിരുന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, കറൻസി മൂല്യത്തകർച്ച എന്നിവ ഇന്ത്യക്കാരെ വിദേശ വിപണിയിൽ നിക്ഷേപത്തിന് പ്രേരിപ്പിക്കുന്നു. ആഗോള നിക്ഷേപകരിൽ 48% പേർ 35 വയസ്സിന് താഴെയുള്ളവരാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ, AI ചിപ്പുകൾ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ പരസ്യം എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തി ഇന്ത്യക്കാർ ആഗോള റീറ്റെയിൽ നിക്ഷേപ രംഗത്ത് മുന്നേറുന്നു. കുറഞ്ഞ ചെലവ്, വൈവിധ്യവൽക്കരണം എന്നിവ കാരണം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളോട് പുതിയ നിക്ഷേപകരുടെ താൽപര്യം കൂടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 140 രൂപയും പവന് 1120 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,270 രൂപയിലും പവന് 98,160 രൂപയിലുമാണ് വ്യാപാരം. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 115 രൂപ കുറഞ്ഞ് 10,095 രൂപയായി. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 198 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം അനുവദിക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച് ധനമന്ത്രി. ബാങ്കിംഗ് ഓഹരികളിൽ ജാഗ്രത പുലർത്തി നിക്ഷേപകർ. സ്വകാര്യ മേഖലയുടെ വളർച്ച 10 മാസത്തെ താഴ്ന്ന നിലയിൽ. തിരിച്ചടിക്ക് കാരണം പുതിയ ഓർഡറുകൾ ലഭിക്കാത്തതെന്ന് PMI ഡാറ്റ. നവംബറിൽ കുതിച്ചുയർന്ന ഇന്ത്യയുടെ കയറ്റുമതി. ഇത് വ്യാപാര ചർച്ചകളിൽ ഇന്ത്യക്ക് പുതിയ മേൽക്കൈ നൽകുമെന്ന് വിലയിരുത്തൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 91ലേക്ക് താഴ്ന്നു. രൂപയ്ക്ക് മേൽ കനത്ത സമ്മർദ്ദം. ആശങ്കയിൽ ആഭ്യന്തര നിക്ഷേപകർ. വിദേശ വിപണികളിലെ ഇന്ത്യൻ നിക്ഷേപം വർദ്ധിക്കുന്നു. US ഓഹരികൾ, ETF-കൾ, ആഗോള ഫണ്ടുകൾ എന്നിവയിലേക്ക് ഇന്ത്യക്കാർ കൂടുതൽ നിക്ഷേപം നടത്തുന്നതായി റിപ്പോർട്ട്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.